ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അത് 4 വിഭാഗം ആളുകൾക്ക് പരലോകത്ത് വെച്ച് ഒരു ടെസ്റ്റ് ഉണ്ടാകും. നമ്മൾ ദുനിയാവിൽ തന്നെ ഉണ്ടല്ലോ മെയിൻ പരീക്ഷ എഴുതാൻ പറ്റാത്തവർക്ക് മറ്റൊരവസരം എന്നതുപോലെ ഖിയാമത്ത് നാളിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ച വിഡ്ഢികളായ ആളുകൾക്ക്, അതേപോലെ തന്നെ വാർദ്ധക്യം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇസ്ലാം ഒരാളിലേക്ക് എത്തിയത്, അയാൾക്കത് മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരുപാട് കാലം പ്രവാചകന്മാർ വരാത്ത ഒരു സമൂഹത്തിന് സത്യം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ തീരെ ചെവി കേൾക്കാത്ത ആളുകൾ, ബധിരന്മാരായ അവർക്ക് അമ്പിയാക്കൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് അള്ളാഹുവിനോട് വാദിക്കുമെന്നാണ്. ഞങ്ങൾക്കിത് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായില്ല. അപ്പോൾ അവിടെ ഒരു വലിയ അഗ്നിയെ കാണിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് പ്രവേശിക്കാൻ പറയും. അതാണ് അവർക്കുള്ള ടെസ്റ്റ്. വലിയൊരു ഒരു തീ ആയിരിക്കും. സ്വാഭാവികമായും അവിടെ അള്ളാഹു ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇംതിഹാൻ ചെയ്യുന്നത്, അള്ളാഹു പറയുന്നത് അനുസരിക്കാൻ ഇവർ തയ്യാറുണ്ടോ, എത്ര പ്രയാസം എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയതും അനുസരിക്കാൻ അവർ തയ്യാറുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. പ്രത്യേകിച്ചും ഇത്രയും കടുത്തൊരു പരീക്ഷണം ഉണ്ടാവാനുള്ള കാരണം ഖിയാമത്ത് നാളിൽ ഇതെല്ലാം കണ്ടു അവർ. ഇതെല്ലാ ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥയും കണ്ടതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, അതനുസരിക്കാൻ തയ്യാറുണ്ടോ എന്ന് അള്ളാഹു നോക്കും. ആ തീയിൽ, അത് തീയാണ്, അതുകൊണ്ട് ഞങ്ങൾ പോവുകയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവർ പരീക്ഷയിൽ തോറ്റു. എന്നാൽ തീയാണെങ്കിലും ഇതെല്ലാം കണ്ടു, സത്യമാണെന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് എൻ്റെ റബ്ബിനെ അനുസരിക്കലാണ് ഖൈറെന്ന് മനസ്സിലാക്കി ആരെങ്കിലും ആ തീയിലേക്ക് നടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഥാർത്ഥത്തിൽ അത് തണുപ്പാണ്, അത് തീയല്ല, അതിന് ചൂടില്ല, ഒന്നുമില്ല, അത് തണുപ്പും ആശ്വാസവുമാണത്. അത്തരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ഒരു അടയാളം മാത്രമാണത്. അള്ളാഹു പരീക്ഷിക്കുകയാണത്. അവർ അനുസരിക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ. ഏതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് മകനെ അറക്കാൻ വേണ്ടി പറഞ്ഞു, ശ്രമകരമാണത്. പക്ഷെ ആ കത്തിയെടുത്ത് കഴുത്തിലേക്ക് വെക്കാൻ നേരം അള്ളാഹു പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ടതില്ല. എന്നതുപോലെ തീയെ അള്ളാഹു മറ്റൊരു സ്വഭാവമാക്കും. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞില്ലേ. ഇബ്രാഹിം നബിക്ക് അതെന്തായി മാറി? തണുപ്പായി മാറി, സലാമായി മാറി. എന്നതുപോലെ ഈ തീയെ അള്ളാഹു അനുസരിക്കുന്നവർക്ക് മാറ്റിക്കൊടുക്കും. ഇങ്ങനെ ഒരു ടെസ്റ്റ് പരലോകത്തുണ്ട്. അപ്പോൾ അതിൽ വിജയിക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ, പ്രായപൂർത്തിയായവരാണെങ്കിലും അവർക്ക് സ്വർഗമുണ്ട്.